ഇവിടെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉപ്പുമാവ് ഉണ്ടാവാതിരിക്കില്ല കേട്ടോ. കാരണം ഉപ്പുമാവ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ പണി എളുപ്പമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കടമ്പ. അങ്ങനെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്ടി ചൂടാകുന്ന സമയത്ത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ്, അതായത് അരക്കപ്പാണ്. അങ്ങനെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയും മതി. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഡാൽഡ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇടുക. അതുപോലെ തന്നെ 2 വറ്റൽമുളകും. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത്തിരി കുഴഞ്ഞ ഭാഗത്തിലാണ് ഈ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ രീതിക്കൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി എടുക്കുക. ഒന്ന് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങി വെക്കുക കേട്ടോ. എന്നിട്ടിതാ ഒരു വാഴയിലയിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. വാഴയിലയിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം അതിങ്ങനെ മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് 2-3 സെക്കൻഡ് അതിന് തുറന്ന് കഴിക്കാം. നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. ഒരു 2 സെക്കൻഡ് അങ്ങനെ പൊതിഞ്ഞ് വെച്ച് തുറന്ന് കഴിക്കുമ്പോൾ ആ വാഴയിലയുടെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചൂടോടുകൂടി പൊതിഞ്ഞ് വെക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ്. ഡാൽഡ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.